കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രാരംഭമാകുന്ന നെയ്യാട്ടം ജൂൺ 8 പുലർച്ചെയാണ്. ഈ ചടങ്ങ് പകർത്തുക എന്ന ഉദ്ദേശത്തോടെ കൊട്ടിയൂരിലേക്കാണ് എൻ്റെ യാത്ര. കൊട്ടിയൂർ മഹോത്സവം ഒരു ഇതിഹാസം പോലെയാണ്. കാണ്ഡങ്ങളും ഉപകാണ്ഡങ്ങളുമായി അങ്ങനെ പരന്നു കിടക്കുന്നു. ഇത് കണ്ടു തീർക്കാനോ പറഞ്ഞു തീർക്കാനോ ആർക്കും സാധിക്കുകയില്ല. കൊട്ടിയൂരിലെത്തിയതും തൊട്ടുമുന്നിൽ ഇതുപോലെ ഒരു രൂപം, ഇടക്കയും തൃശൂലവും ജടയുമൊക്കെയായി. നെയ്യാട്ടമായ ദിവസം ഒട്ടേറെ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളാണ് ഇവിടെ നടക്കുക. മകരജ്യോതിയുടെ ദർശന സമാനമായ മുതിരേരിവാളിന്റെ വരവ്, അതിനുശേഷം അക്കരെ കൊട്ടിയൂരിലേക്ക് തീയെഴുന്നള്ളത്ത്. ഇത് അവിടെ എത്തിയതിനു ശേഷമാണ് അഷ്ടബന്ധനത്തിൽ നിന്ന് സ്വയംഭൂവിനെ മോചിപ്പിക്കുക. പിന്നെ ജന്മസാഫല്യമായി നെയ്യാട്ടത്തിന്റെ അമൃതം പകരുന്ന കാഴ്ച. ഒരു മായാലോകത്തിൽ എത്തിപ്പെട്ടതുപോലെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. സർവം ശിവമയം. ഹരിഗോവിന്ദ എന്ന മന്ത്രോച്ചാരണത്താൽ മുഖരിതമാണ് കൊട്ടിയൂരും പരിസരവും. കൈലാസവും വിഷ്ണുലോകവും ഒന്നായി ചേരുന്ന ഒരവസ്ഥ. വീരഭദ്രൻ പറിച്ചെറിഞ്ഞ ദക്ഷന്റെ താടിയാണ് ഓടപ്പൂവായി പരിണമിച്ചത് എന്നാണ് വിശ്വാസം. അതല്ല, ഭൃഗു മഹർഷിയുടെ താടിയാണ് എന്ന് ഒരു മറുപക്ഷവുമുണ്ട്. ഹരിഗോവിന്ദ മന്ത്രോച്ചാരണത്തോടെ നിറഞ്ഞൊഴുകുകയാണ് ബാവലി. പുതുതായി നിർമ്മിച്ച സ്വച്ഛ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഇവിടെ നടക്കുന്നുണ്ട്. ഉത്സവ നടത്തിപ്പിന്റെ അവസാനത്തെ മിനുക്കുപണിയിലാണ് ഇവിടെയുള്ളവരെല്ലാം. ആ നിമിഷം വന്നെത്തുകയാണ്. മഴ പെയ്ത് ശുദ്ധീകരിക്കപ്പെട്ട സഹ്യസാനുവിന്റെ താഴ്വരയിലൂടെ ഹരിതാവയിൽ നിന്ന് പെട്ടെന്നൊരു ദിവ്യജ്യോതിയായി മുതിരേരിവാൾ. കാത്തിരുന്ന് ജീവിതത്തിൽ ആദ്യമായി ഇത്രയും മനോഹരമായ ഒരു ദൃശ്യം. മാനന്തവാടിയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തിലുള്ള മുതിരേരി ക്ഷേത്രത്തിൽ നിന്നാണ് വിശുദ്ധമായ ഈ വാളിന്റെ വരവ്. മഴ പെയ്തത് കൊണ്ടാവണം പതിവിൽ നിന്ന് വിപരീതമായി വളരെ പതുക്കെയാണ് അദ്ദേഹം നടക്കുന്നത്. അത് നന്നായി എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു മിന്നലാട്ടം പോലെ മാത്രമേ എനിക്ക് ഈ ദൃശ്യം കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. കാത്തുനിന്ന കണ്ണുകൾക്കെല്ലാം ഹർഷാനന്ദം പകരുന്ന കാഴ്ച. എത്ര കണ്ടാലും മതിവരാത്ത ചില കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മനോഹരമായ ദൃശ്യവും. ദക്ഷപുത്രിയായ സതി പ്രണയിച്ച് വരണമാല്യമണിയിച്ചത് കൈലാസപതിയായ പരമശിവനെയാണ്. ഈ വിവാഹം ദക്ഷന് ഇഷ്ടമായതേയില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അദ്ദേഹം മഹാദേവനെ അപമാനിച്ചുകൊണ്ടേയിരുന്നു. ഭൃഗുമുനിയുടെ ഉപദേശത്താൽ ഒരു മഹായാഗം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ശിവനെ ഒഴിച്ച് ത്രിലോകങ്ങളിലുള്ള മറ്റെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു.
ഈ യാഗത്തിൽ പങ്കെടുക്കണമെന്ന് സതീദേവിക്ക് അതികലശലായ ആഗ്രഹമുണ്ടായി. അപമാനിക്കപ്പെട്ടാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടതില്ല എന്നായിരുന്നു പരമേശ്വരന്റെ ആജ്ഞ. പരമശിവന്റെ പേര് പറഞ്ഞ് ദക്ഷനും കൂട്ടരും സതീദേവിയെ അപമാനിച്ചു. അപമാനഭാരത്താൽ ദേവി യാഗശാലയിലെ അഗ്നികുണ്ഡത്തിൽ ചാടി ആത്മാഹുതി ചെയ്തു. ഘോരതാപത്താൽ ശിവൻ കൈലാസത്തിൽ താണ്ഡവമാടി. ജട പറിച്ചെടുത്ത് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരഭദ്രൻ യാഗശാല മുഴുവനായും അഗ്നിക്കിരയാക്കി ദക്ഷനെ വധിച്ചു. ദേവിയെ കണ്ടുള്ള ഭക്തരെല്ലാം ആദരവോടെ നമസ്കരിച്ചു. വീരഭദ്രൻ ചുഴറ്റിയെറിഞ്ഞ വാൾ ചെന്നു വീണത് ഇന്നത്തെ മുതിരേരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. ഇതാണ് മുതിരേരി വാളിന്റെ ഐതിഹ്യം. അടിയന്തിരക്കാരെല്ലാം അക്കരെ കൊട്ടിയൂരിലേക്കുള്ള യാത്രയിലാണ്. അവിടെ എത്തി ദേഹശുദ്ധി വരുത്തിയിട്ട് വേണം അടുത്ത ചടങ്ങുകളിലേക്ക് കടക്കാൻ. 28 ദിവസം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞത്തിന്റെ ആരംഭം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.